അങ്ങനെ അവസാനം കുറേ നാളുകളുടെ കാത്തിരിപ്പിനൊടുവിൽ റിയൽമി അവരുടെ GT സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതെ, ഒഫീഷ്യലി കൺഫേംഡ്. അതെ, ഇത്ര നാളൊരു റൂമർ ആയിരുന്നു ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഫൈനലി GT സീരീസ് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതായത് ഒഫീഷ്യലി കൺഫേംഡ് എന്ന് വേണം പറയാം. കാരണം റിയൽമി ഇന്ന് അവരുടെ ട്വിറ്റർ പേജിൽ അവരുടെ CEO ഷെയർ ചെയ്തൊരു ലെറ്റർ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് സ്കൈലി എന്നാണ് തോന്നുന്നു അങ്ങേരുടെ പേര്. അതെ, പുള്ളിക്കാരനൊരു ലെറ്റർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വി ആർ എക്സൈറ്റഡ് ഫോർ ദി ഇന്ത്യൻ പ്ലാൻസ് ബ്ലാ 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 എന്നൊക്കെ പറഞ്ഞ് കുറേ എഴുതിയതിന് ശേഷം എന്നായിരുന്നു നമ്മൾ തിരിച്ച് GT സീരീസ് കൊണ്ടുവരികയാണ്. അതായത് 6th ജനറേഷൻ ഓഫ് GT സീരീസ് തിരിച്ച് ഇന്ത്യയിലേക്ക് ഒരു കംബാക്ക് നടത്താൻ പോകാന്നൊക്കെ പറഞ്ഞ് പുള്ളി അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 6th ജനറേഷൻ, അതായത് ഓഫ് കോഴ്സ് റിയൽമി GT 6 സീരീസ് എന്ന് പറഞ്ഞ ഒരു ഫോൺസ് ആണ് ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ 6th ജനറേഷൻ പ്രോപ്പറായിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പം ചൈനയിൽ നിയോ 6 എന്ന പേരിൽ ഇറക്കിയത് മേ ബി ഇങ്ങോട്ട് വരുമ്പോൾ GT 6 എന്ന പേരിൽ അല്ലെങ്കിൽ GT 6 സീരീസ് എന്ന പേരിലായിരിക്കും പുള്ളി ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ അതിനൊരു പ്രൊമോട്ടിംഗ് പോസ്റ്റർ പോലെ ഇട്ടേക്കുന്നത് ബെസ്റ്റ് പെർഫോമൻസ് നോ മാറ്റർ വാട്ട് ഇറ്റ് ടേക്സ്. എന്നൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ബെസ്റ്റ് പെർഫോമൻസ് തന്നിരിക്കും. സന്തോഷം. തള്ളെല്ലാം വളരെ വളരെ കൊള്ളാം. നീ തള്ളെന്ന് പറഞ്ഞ സാധനം ഇച്ചിരി മാറ്റി വെച്ചാലും വളരെ സന്തോഷം. കാരണം കോമ്പറ്റീഷൻ കൂടട്ടെ. കാരണം പല ബ്രാൻഡുകളും ഇപ്പോൾ തോന്നിയ പ്രൈസിങ്ങിൽ ഇച്ചിരി പ്രീമിയം സെറ്റപ്പ് ഒക്കെ വെച്ച് കുറച്ച് പ്രീമിയം ഒരു ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ 10-30,000 മേളിൽ കൊണ്ട് വെക്കുകയും ആൾക്കാർക്ക് വലിയ വിവരമില്ല, അതുകൊണ്ട് അവർ മേടിച്ചോളൂ എന്നൊരു ധാരണ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ധാരണകളൊക്കെ കുറയണമെന്നുണ്ടെങ്കിൽ പല ബ്രാൻഡുകളും വളരെ കോമ്പറ്റീഷൻ നിറഞ്ഞിട്ടുള്ള സ്പെസിഫിക്കേഷൻ വെച്ചുള്ള ഫോണുകൾ ഈ പറഞ്ഞ 30,000 25,000 ഇടയിലൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കഞ്ഞികൂടി മുട്ടും. ഇപ്പം നിലവിൽ റിയൽമി അല്ല റെഡ്മി പോലുള്ള കമ്പനികൾ ഇപ്പം ആ 30,000 കാറ്റഗറിയിൽ ഇല്ല. അവരായിരുന്നു കഞ്ഞികൂടി മുട്ടിച്ചുകൊണ്ടിരുന്നവർ. അത് ഇപ്പം അവരില്ല. അപ്പോൾ ബാക്കിയുള്ളവന്മാർക്ക് തോന്നിയ കഞ്ഞി വെച്ച് വിൽക്കാം. അതെ, ചട്ടിച്ചോർന്നും പഴങ്കഞ്ഞി എന്നൊക്കെ പറഞ്ഞ് വിൽക്കാം. 250 രൂപ ടാഗ് ലൈനും ഇടാം. അതെ, അതുകൊണ്ട് കോമ്പറ്റീഷൻ നല്ലതാണ്. അപ്പോൾ 2 ഫോൺസാണ് മെയിൻലി വരാൻ സാധ്യത. ഒന്ന് റിയൽമി GT Neo 6 SE എന്ന് പറഞ്ഞ ചൈനയിൽ ലോഞ്ച് ചെയ്തൊരു ഫോണും, കൂടാതെ ഇനി ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന റിയൽമി GT Neo 6 എന്ന് പറഞ്ഞ ഫോണും. അപ്പോൾ Neo 6 SEയുടെ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനുള്ള BOEയുടെ LTPO OLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 1600 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. Gorilla Glass Victus 2 ഡിസ്പ്ലേ ടോപ്പ് നോച്ച്. Qualcomm Snapdragon 7+ Gen 3 ആണ്. LPDDR5X UFS 3.1 Adreno 732 GPU ആണ്. Android 14 ഉണ്ട്. 50 മെഗാപിക്സൽ IMX882 സെൻസർ ആണ്. 8 മെഗാപിക്സൽ അൾട്രാ വൈഡും 32 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് IP65 5500 mAh ബാറ്ററിയും 100 വാട്ട്സിന് ഫാസ്റ്റ് ചാർജർ. 8GB 256GB ചൈനയിൽ ഇട്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം ഞെട്ടും. 19,589 രൂപ. അതായത് വെറും 19,500 രൂപയ്ക്ക് ഈ ഒരു സാധനം അവിടെ ഇറക്കി. ഈ സ്പെസിഫിക്കേഷനുള്ള സാധനം എഴുന്നേറ്റ് ഒന്ന് കൈയടിക്കുകയോ എഴുന്നേറ്റ് വേണമെങ്കിൽ ഒരു ഏണിയെ കയറി കൈയിടിക്കുക, അമ്മാതിരി പ്രൈസാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങളൊരു 26K പ്രതീക്ഷിച്ചാൽ മതി. പണ്ടൊക്കെ 4,000 രൂപയൊക്കെ ഉള്ളു. ഇപ്പോഴത്തെ ടാക്സ് എല്ലാം കൂടെ ചേർത്ത് 26-27 രൂപയൊക്കെ വേണമെങ്കിൽ വരാം. 25 തൊട്ട് 27 വരെ ഏത് പ്രൈസ് കാറ്റഗറിയിൽ ഈ ഒരു ഫോൺ ഇറക്കിയാലും ഇത് അടിപൊളി ഒരു ചോയ്സ് ആണ്. സ്പെസിഫിക്കേഷനും പെർഫോമൻസ് ക്യാമറ പോയിന്റ് ഓഫ് വ്യൂവിൽ, കാരണം എല്ലാം ഹൈ ടോപ്പ് നോച്ചാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ കൂടെ ഉള്ളതാണ് റിയൽമി GT Neo 6 എന്ന പേരിൽ ചൈനയിൽ ഇറങ്ങാൻ പോകുന്നൊരു ഫോൺ. ഈ പറഞ്ഞ 2 ഫോൺ മേ ബി GT 6 എന്നോ GT 6 Neo എന്നോ അല്ലെങ്കിൽ GT 6 Lite ഇങ്ങനെ പല പേര് വരാം. ഇത് 2ആണ് ഇപ്പോൾ വരാൻ സാധ്യത. ഇനിയിപ്പോൾ ഇന്ത്യക്ക് വേണ്ടി സ്പെസിഫിക്കലി വേറെ ഇറക്കുമെന്ന് അറിയില്ല. ഇനി GT Neo 6 ചൈനയിൽ ഇറക്കിയാണ് ലോഞ്ച് ആകുന്നതെങ്കിൽ അതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ 6.78 ഇഞ്ചിന്റെ സെയിം 80 LTPO 1.5K റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ ആണ്. പക്ഷെ ഇച്ചിരി ബെറ്റർ ആണ്. 6000 നിറ്റ്സിന് പീക്ക് ബ്രൈറ്റ്നസ് പറയുന്നുണ്ട്. തള്ളാണ്. Gorilla Glass Victus 2 തന്നെയാണ് ഇവിടെ. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. Snapdragon 8S Gen 3 വരികയാണ്. LPDDR5X UFS 3.1 ആണ്. 4.0 കൊടുക്കായിരുന്നു, നോക്കാം. ചിലപ്പോൾ 4.0 വന്നിരിക്കാം. സോണിയുടെ LYT 600 എന്ന് പറഞ്ഞ 50 മെഗാപിക്സൽ സെൻസർ 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആണ്. 32 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ ഉണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് IP65 5500 mAh ബാറ്ററിയും 120 വാട്ട്സിന് ഫാസ്റ്റ് ചാർജറും. പ്രൈസ് ഇതുവരെ റിവീൽ ആയിട്ടില്ല. പല ലീക്സും പറയുന്നത് 1999 yuan ആണ്. അതായത് ഏകദേശം 23,000 രൂപ വരും. അത് 23-ന് ചൈനയിൽ വരുവാണെങ്കിൽ ഏറെക്കുറെ 31,000-32,000, അതായത് 30,000 തൊട്ട് 32,000 വരെ നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. ഇനി ഓഫ്ലൈൻ സെൻട്രിക് എന്ന രീതിയിൽ റിയൽമി തോന്നിയ പ്രൈസ് വെച്ച് കഴിഞ്ഞാൽ വന്ന പോലെ തന്നെ ഗോ ബാക്ക് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് എനിക്ക് എന്തായാലും സ്പെസിഫിക്കേഷനും പ്രൈസൊക്കെ എസ്പെഷ്യലി GT Neo 6 SEയുടെ ഒരു രക്ഷയില്ല. കാരണം 19,500 അത്ര സാധനം അത് ഇവിടെ 25-നൊക്കെ ഇറക്കി കഴിഞ്ഞാൽ പുട്ടുപോലെ വിറ്റുപോകും. കാരണം അത്രയ്ക്കും കിടിലൻ സ്പെസിഫിക്കേഷനാണ്. ഫോണോട് ഒന്ന് നന്നായി കഴിഞ്ഞാൽ റിയൽമിക്ക് വേണമെങ്കിൽ മോട്ടോവിന് IQന് എല്ലാത്തിനും കൊല്ലാം, നത്തിങ്ങിന് ഉൾപ്പെടെ.
എല്ലാത്തിനെയും തൂത്തുവാരി കണ്ടതിലറിയാം. ഇനി അവരുടെ കഴിവാണ്. പിന്നെ അറിയാലോ, അറിയാവുന്നമാരാണ് എല്ലാവരും. പക്ഷെ ആരും എറിയാനറിയാവുന്ന പോലെ പ്രവർത്തിക്കാറില്ല. എല്ലാവർക്കും തല്ല് കൊടുക്കണം. അതെ, ഇനിയിപ്പം മറ്റേ ഫോണാണ് ഇറങ്ങുന്നതെങ്കിൽ 30,000 നിങ്ങൾക്ക് ഒരു എക്സ്ട്രീം ഗെയിമിംഗ് സെൻട്രിക് ഫോൺ കിട്ടും. പോക്കോയ്ക്കകത്ത് X6 പ്രോയ്ക്കകത്തൊക്കെ ഉള്ള പോലെ 8200 അൾട്ര ഒന്നുമല്ല, അതിനേലൊക്കെ ഡബിൾ ഇരട്ടി പവറുള്ള സാധനം. അത് ഡബിൾ ബാരൽ സാധനം കിട്ടും. അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് GT Neo 6ഉം Neo 6 SEയും ചൈനയിൽ ഇറങ്ങിയ സാധനം ഇന്ത്യയിൽ GT6 സീരീസ് എന്ന പേരിൽ വരുമെന്നുള്ള വിശ്വാസത്തോടെ, പിന്നെ കുറെ പേർക്കൊക്കെ സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു. ഓൾറെഡി ഇന്ത്യൻ BIS ചെറുതായിട്ടൊക്കെ ലിസ്റ്റ് ആയിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ ഇറങ്ങും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും